രാധാകൃഷ്ണൻ ഈ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ജീവിതത്തിൽ ഇന്ന് വരെ കുഴിമന്തിയും കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ഫിഷേറിയനാണ് ശരിക്ക്. ഇറച്ചി കഴിച്ചിട്ടില്ല, ബിരിയാണി കഴിച്ചിട്ടില്ല, കുഴിമന്തി തീരെ കഴിച്ചിട്ടില്ല. ഞാൻ ആ പേരിനോടൊരു അലർജി ഉണ്ടെന്ന് മാത്രം. മന്തി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് പലർക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടം. എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഈ അരളി കാണുകയും അരളി എൻ്റെ വീട്ടിൽ ഉണ്ടല്ലോ, അരളിപ്പൂക്കളുണ്ട്. കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് തിന്നാറില്ലല്ലോ ആരും. ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ അരളി പെട്ടെന്ന് നിരോധിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം പെരിഞ്ഞനത്ത് ഉസൈബ എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചുപോയി. കുഴിമന്തി ഷവർമയാണ്. കുഴിമന്തി സീൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് വാർത്തകളിൽ കാണുന്നുണ്ട്. 2023 ജനുവരിയിൽ പറവൂര് ചേന്നമംഗലത്ത് ജോർജ് മജ്ലിസ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചു ഭക്ഷിച്ചിട്ട് മരിച്ചുപോയി. 2023 ജനുവരിയിൽ കാസർഗോഡ് അഞ്ജുശ്രീ പാർവതി ഓൺലൈനിൽ കുഴിമന്തി വരുത്തിയിട്ട് മരിച്ചുപോയി. 2023 ഡിസംബർ 29 കോട്ടയം സംക്രാന്തിയില്, കുമാരനെല്ലൂരടുത്ത് സംക്രാന്തിയില് ഈ മലപ്പുറം കുഴിമന്തി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് കുഴിമന്തി കഴിച്ചിട്ട് നേഴ്സ് രശ്മി രാജ് മരിച്ചുപോയി. അരളി കഴിച്ചിട്ട് അടുത്ത കാലത്ത് സൂര്യ എന്ന് പറഞ്ഞൊരു UK പോകാനുള്ള നേഴ്സ് നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോൾ അവര് ഹരിപ്പാട് വീട്ടിൽ നിൽക്കുമ്പോൾ ഈ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ അരളി ഇലയെ പറിച്ചിട്ട് തിന്ന് മരിച്ചതാണെന്ന് പറയപ്പെടുന്നു. അരളി കഴിച്ച് വേറെ ആളുകൾ മരിച്ചതായിട്ട് അധികം എനിക്ക് കേട്ട് പരിചയമില്ല. രാധാകൃഷ്ണൻ അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കുഴിമന്തി കഴിച്ച് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ധാരാളം പേരുകൾ കിട്ടും ആളുകൾ മരിച്ചതുകൊണ്ട്. ഇതിലേതാണ് കൂടുതൽ വിഷം? അല്ല, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ട് ഭാഗവതം വായിച്ചു പോകുമ്പോൾ അറിയാൻ പറ്റും. ഉൽപ്പത്തി വരുമ്പോൾ ഓഷധികൾ എന്നാണ് ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ കാര്യവും എല്ലാം ഔഷധമായിട്ട് മാറാം, എല്ലാം വിഷമായിട്ടും മാറാം. ഇപ്പോൾ വെള്ളം, 6 ലിറ്റർ വെള്ളം ഒരുമിച്ച് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒറ്റ കാര്യം കൊണ്ട് മരിച്ചു പോകും. അപ്പോൾ ജീവജലമാണ്, പക്ഷെ അത് മരണകാരണമായിട്ട് മാറാം. ഏത് ആഹാരവും ഇപ്പോൾ കാറ്റ് നമുക്ക് ശ്വസിക്കണം, പക്ഷേ അതൊരു നിശ്ചിത സ്പീഡിന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. ചൂട് നമുക്ക് മിനിമം ആവശ്യമുണ്ട്, അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊള്ളി മരിച്ചു പോകും, വെന്ത് മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള എന്തും ഒരേ സമയം ഔഷധവുമാകാം, വിഷവുമാകാം, ജീവനുമാകാം, മൃതിയുമാകാം. അപ്പോൾ ഏതാണ് ജീവൻ, ഏതാണ് മൃതി എന്നുള്ള കാര്യം അതിൻ്റെ ഉപയോഗത്തിൻ്റെ ക്രമം അനുസരിച്ചിട്ടാണ് വരിക. ഇനി അരളിയുടെ ഇല ഒന്നിനും ഉപയോഗിക്കാറില്ല. ഇല്ല, ഒന്നിനും ഞാൻ ഉപയോഗിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നിനും ഉപയോഗിക്കാറില്ല. പക്ഷെ അരളിപ്പൂവ് ഇതിൽ പ്രസാദത്തിലല്ല, അരളിപ്പൂവ് പൂജക്കെടുക്കാറുണ്ട്. ഉണ്ട്. അരളി പൂജയ്ക്ക് വർജ്യമല്ല ആ പൂവ്. പക്ഷേ പ്രസാദത്തിൽ ഉപയോഗിക്കുന്നത് ചെത്തിപ്പൂവാണ്. അതെ, ചെത്തിയാണ് നമ്മൾ പ്രസാദത്തിൽ ഉപയോഗിക്കുന്നത്. പിച്ചി പോലും നമ്മൾ തിന്നാറില്ല. ഇല്ല, നമ്മളൊന്നും തിന്നാറില്ല. മുല്ല തിന്നാറില്ല, പിച്ച് തിന്നാറില്ല, റോസ് തിന്നാറില്ല, ഇതൊന്നും തിന്നാറില്ല. അപ്പോൾ ഈ ഓരോന്നിനും ഓരോ ഉപയോഗക്രമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസ്തുത പെൺകുട്ടി അരളിയില എന്തിന് കഴിച്ചു എന്നുള്ള കാര്യം, അരളിയില കഴിച്ചിട്ട് ഒരുപക്ഷെ മരിക്കുന്ന ആദ്യത്തെ പെൺകുട്ടി അവരായിരിക്കണം, അല്ലെങ്കിൽ ആൺകുട്ടിയോ. എന്താ കാര്യം എന്ന് വെച്ചാൽ അരളിയുടെ ഇല ആരും തിന്നാറില്ല. ഇപ്പോൾ ഒതളങ്ങ എന്ന് പറയുന്ന കായുണ്ട്, അതാരും തിന്നാറില്ല. അറിയാം, അതങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ അങ്ങനെയും ഒരു വസ്തുവുണ്ട്. വിഷക്കായകളുണ്ട്, ധാരാളമുണ്ട്. വിഷവേരുകളുണ്ട്, വിഷത്തിൻ്റെ ഇലകളുണ്ട്, വിഷപ്പൂക്കളുണ്ട്,
ചിലതരം കൂണുകൾ. ചിലതരം കൂണുകൾക്കുണ്ട്. അതെങ്ങനെ? അത് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സ്വഭാവമാണ്. വിവേകപൂർവ്വം അതിലെന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യരാണ്. ഇനി നമുക്ക് ഈ അരളി ഉടനെ നിരോധിക്കണം എന്ന് പറഞ്ഞത് ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതെ, അരളിയുടെ തണ്ട് ഇല എന്നൊക്കെ പറയും. അല്ല, ഞാൻ ചോദിക്കുന്ന അരളിയുടെ വേര്, തണ്ട്, ഇല, പൂവ്, കായ ഉണ്ടെങ്കിൽ കായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു പഠനം നടത്തിയ എന്ത് റിപ്പോർട്ട് ദേവസ്വത്തിൻ്റെ കയ്യിലുണ്ട്? നമ്മളൊരു കാര്യം നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം. അരളിയുടെ തണ്ടിലും വേരിലും ഇലയിലും ഒക്കെ, വേരിലും ഇലയിലും ഗ്ലൈക്കോസൈഡുകൾ ഉണ്ടെന്നും ഇത് ഹൃദ്രോഗം, ഹൃദ്രോഗം, ശ്വാസകോശം, ഈ രോഗങ്ങൾ ഒക്കെ ശമിപ്പിക്കാൻ നല്ലതാണെന്നും സ്റ്റഡി റിപ്പോർട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഏത് കാര്യവും ഒരേ സമയം വിഷവുമാണ് ഔഷധവുമാണ്. ഈ അരളി തന്നെ പാലിൽ പാകം ചെയ്തു കഴിഞ്ഞാൽ വിഷം മാറും എന്നുകൊണ്ട് ആയുർവേദത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഈ അരളി ഇങ്ങനെ അരളി ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന കാര്യം മരുന്നാണ്, അത് ഭക്ഷണമല്ല. ഭക്ഷണം വേറെയാണ്. ഭക്ഷണത്തിന് നമുക്ക് രീതിയുണ്ട്, മറ്റത് മരുന്നാണ്. നമ്മൾ അരളി ഇട്ട് സാമ്പാർ വെക്കാമെന്ന് ആരും കരുതില്ലല്ലോ, ഇതുവരെ കേട്ടിട്ടില്ല. നമുക്ക് തോരൻ ഉണ്ടാക്കുന്ന നമ്മൾ അച്ചിങ്ങയാണ് എടുക്കുന്നത്. എന്നാൽ അരളിയുടെ ഇതെടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എടുക്കില്ല. അത് ധാരാളം ഉണ്ടല്ലോ, എടുക്കാമല്ലോ, കാരണം മുമ്പ് പരീക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് ഉടനെ ഇതങ്ങോട്ട് കയറി നിരോധിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ ദേവസ്വം ബോർഡ് എത്തിയത് എടുത്തുചാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചാടാൻ പാടില്ല. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ ചാടുന്നത്? കുഴിമന്തി കഴിച്ചുള്ള മരണം. ഇനി കുഴിമന്തി ആണെന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും രോഗമുണ്ടാക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് കുഴിമന്തി എന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ ആഹാരത്തെക്കുറിച്ച് പറയുന്ന ഒരാൾക്കും സംശയമില്ല. കാരണം ഒന്ന്, അതിൽ ആവശ്യത്തിലേറെ കൊഴുപ്പുണ്ട്, ആവശ്യത്തിലേറെ പ്രോട്ടീനുണ്ട്, ആവശ്യത്തിലേറെ സ്റ്റാർച്ചുണ്ട്, ആവശ്യത്തിലേറെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതൊന്നും ആരോഗ്യത്തിന് ഗുണകരമായ കാര്യങ്ങളേ അല്ല. രുചിയെ കൃത്രിമമായി നമ്മുടെ രസനകളെ ഉദ്ദീപ്തമാക്കിക്കൊണ്ട് കൂടുതൽ വേണം എന്ന് പറയുന്ന ഒരു പ്രകൃതി ഇതിനുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മാരകമായ രോഗങ്ങൾ പിന്നീടുണ്ടാക്കും. അതെ, ഇപ്പോഴല്ല, പിന്നീടുണ്ടാക്കും. അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ മൊത്തത്തിൽ ബാധിക്കാവുന്ന ഒരു ഭക്ഷണക്രമമാണത്. തീർച്ചയായിട്ടും അത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിഷേധിക്കണം അല്ലെങ്കിൽ നിരോധിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിരോധിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം ക്രമപ്പെടുത്തേണ്ട ഒരു കാര്യം കുഴിമന്തിയല്ലേ? അതെ, ഒന്നത് നമ്മുടെ ഒരു ഭക്ഷണമല്ല. അതേപ്പറ്റി ഇത്രയും ആളുകൾ മരിച്ചിട്ടും ഞാൻ 5-6 മാസത്തിൻ്റെ ഇടയ്ക്കുള്ളതാണ് 4-5 മരണങ്ങൾ പറഞ്ഞത്. നടന്നതാണല്ലോ. എന്നിട്ട് അതേപ്പറ്റി ഒരു പഠനവും നടത്തിയിട്ട് ശ്രമമോ ഒരു പഠനവും നടത്തുന്നില്ല. കാരണം ഒരു പഠനവും നടത്താത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനെക്കുറിച്ചും പഠനമില്ല. പക്ഷേ ഇത് നിരോധിക്കണമെന്ന് ഉടനെ പറഞ്ഞു കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ഇതിൻ്റെ ഔഷധി മൂല്യവും ഇതിൻ്റെ വിഷമൂല്യവും നിശ്ചയിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് എങ്ങനെ കഴിയും? അദ്ദേഹത്തിൻ്റെ പണി അതല്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തട്ടെ. ഇതുവരെ അരളിപ്പൂ കഴിച്ചിട്ടോ അരളി പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ശരിക്കും ദോഷം ഉണ്ടാകേണ്ടിയിരുന്നത് ഏതെങ്കിലും ഒരു മേൽശാന്തിക്കൊക്കെ ആയിരുന്നു. അതെ, ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ഈ അരളിയുടെ ഇല ഇതെങ്ങനെ കടിച്ചു തിന്ന്, ഇത് എങ്ങനെ തിന്ന്? ചില ഇലകൾക്ക് ആ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും വളരെ രുചികരമായി കഴിക്കുന്നൊരു സാധനമുണ്ടല്ലോ, കപ്പ എന്ന് പറയുന്ന കിഴങ്ങ്, എന്താണ് പറയണ, മരച്ചീനി എന്നൊക്കെ പറയണ, പൂള, മരച്ചീനി, കപ്പ എന്നൊക്കെ പറയുന്ന സാധനം, അതിനകത്ത് ടോക്സിൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? അല്ല, മഞ്ഞൾ ഇടുന്നതിന് മുൻപായിട്ട് ഇതിനെ നേരെ തിളപ്പിക്കുന്നു ആദ്യത്തെ ഇത്. എന്നിട്ട് ആ വെള്ളം മുഴുവൻ ഊറ്റി കളയുന്നു. എന്നിട്ട് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുന്നു. അതിനകത്ത് മഞ്ഞളിടുന്നു. എന്നിട്ട് കഴിക്കുന്നു. അത് പച്ചക്കപ്പ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മത്ത് പിടിക്കും.
കപ്പ അതിൻ്റെ ഇല തിന്നു കഴിഞ്ഞാൽ ആടിനൊക്കെ പ്രശ്നമുണ്ട്, പശുവിനുമൊക്കെ പ്രശ്നമുണ്ട്. ആടിനും പശുവിനും വരെ ഈ ഇല കഴിക്കാൻ പാടില്ല എന്നറിയാം. അപ്പോൾ പിന്നെ മനുഷ്യന് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തൊരു പോങ്ങന്മാരാണ് ഇവന്മാർ. അപ്പോൾ ഈ പെൺകുട്ടി അരളിയുടെ ഇല സാധാരണഗതിയിൽ ആരും തിന്നാറില്ല, ആടും തിന്നാറില്ല. അപ്പോൾ അത് എങ്ങനെയോ യാദൃച്ഛികമായിട്ട് തിന്നു എന്നാണ് പറയുന്നത്. ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് പറ്റിയതാണ് ഈ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അല്ല, നീ ആബ്സെന്റ് മൈൻഡഡ് ആണെങ്കിൽ കണ്ണി കാണുന്നതൊക്കെ എടുത്ത് തിന്നുവോ? ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാൽ അതിലെടുത്ത് ആബ്സെന്റ് മൈൻഡഡ് ആണെന്ന് വേണ്ടി കടിക്കുക? ഇല്ലല്ലോ. ഇത് അത് കഴിച്ചു തന്നെയാണോ മരിച്ചതെന്ന് അങ്ങനെ നമുക്ക് ഉറപ്പില്ല. മരണകാരണം ഇതിൽ നിന്ന് വന്ന ടോക്സിൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ കുഴിമന്തിയുടെ കാര്യത്തിൽ ഉറപ്പുണ്ട് താനും. ഇഷ്ടം പോലെ ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്തായാലും ശരിയാണ്, കുഴിമന്തി ഒരു ജീവിത ഒരു കൊല്ലം 1 ഡസൻ പേര് മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ്. അല്ല, കുഴിമന്തി ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ആരോഗ്യത്തിന് ബാധിക്കുന്ന ആഹാര രീതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. മാത്രമല്ല ഇത് പ്രാചീന ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ അരളിയെ പറ്റി പരാമർശമുണ്ട്. ഓറക്കിൾ ഓഫ് ഡൽഹി അരളിയുണ്ട്. അരളിയുണ്ട് പുള്ളിയുടെ കഥയില്. നെപ്പോളിയന്റെ കഥ, അലക്സാണ്ടറിന്റെ കഥ, അരളി എല്ലായിടത്തും ഉണ്ടല്ലോ. സിനിമാ പാട്ടുമില്ലേ, അരളികൾ പൂക്കുന്ന, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. മലവേട ചെറുക്കൻ്റെ മുഖം ചുവന്ന കറുത്തുന്ന ഒറ്റ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ അരളിക്കാടുകളുണ്ട്, അരളി പൂത്തു നിൽക്കുന്നുണ്ട്, അരളി പൂക്കളുണ്ട്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഇപ്പം മരോട്ടി, കാഞ്ഞിരം, ഇതൊക്കെ മരങ്ങളാണല്ലോ. എന്നാൽ കാഞ്ഞിരം കുറച്ചെടുത്തിട്ട് ചായയിലിട്ട് കഴിക്കാൻ ആരെങ്കിലും തീരുമാനിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന വിഷം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 6 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒറ്റ കാര്യം കൊണ്ട് മരിച്ചു പോകും. അതെ, ഇതും ലഘുവായ പ്രയോഗങ്ങളെ പാടുള്ളൂ എന്നുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അരളിക്കും ഉണ്ട് അങ്ങനെ. അതും പക്ഷെ വേറൊരു കാര്യമുണ്ട്. വിദഗ്ധനായ ഒരു ആയുർവേദ വൈദ്യൻ ഉണ്ടാക്കി തരുന്നതേ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, അവർക്കതറിയാം. അതിപ്പോൾ നമുക്ക് തരുന്ന ഇംഗ്ലീഷ് മെഡിസിൻസ് ഇല്ലേ, അതിലെല്ലാത്തിലും പോയിസൺ ഇല്ലേ. മെഡിസിൻ ഈസ് പോയിസൺ എന്ന് സായിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലെല്ലാത്തിലും ഇല്ലേ അത്. പക്ഷെ അരളിയുടെ കാര്യം വന്നപ്പോൾ എന്നാൽ പിന്നെ ഇവനോട്ടൊരു താങ്ങ് കൊടുത്തു കളയാം എന്ന നിലക്കാണ് ഇത് ഉടനെ നിഷേധിക്കണം, വിരോധിക്കണമെന്ന്. എന്തായിരിക്കും കാരണം? അതിൻ്റെ കാരണം അത്ര നല്ല ഉദ്ദേശമായിരിക്കില്ല. കാരണം അരളി ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള LDFിലെ ഒരു സംഘം ആൾക്കാരുണ്ടല്ലോ. വിശേഷിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനും സംപ്രീതനാകും എന്ന് കരുതുന്നവരുണ്ട്. നമ്മളില്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരാണ് അധികാര കേന്ദ്രത്തിലിരിക്കുന്നത്. അവരെ പ്രീതിപ്പെടുത്താണ്ട് നിൽക്കാൻ പറ്റില്ല. അവരാണ് എന്ത് വേണം, ആരെങ്ങനെ വേണം, ആരെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അവർ ചെറിയ കക്ഷികളൊന്നുമല്ല, വലിയ രീതിയിൽ അധികാരം കൈയാളുന്നവരാണ്. ഈ അരളി വളരെ പ്രാചീനവും ഈ കുഴിമന്തി അടുത്ത കാലത്ത് അറബിയിൽ നിന്ന് വന്നൊരു ഫുഡാണത്. അറേബ്യൻ. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആഹാരം നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ വെതർ കണ്ടീഷൻസും നമ്മുടെ ജീവിത രീതികളും ഒക്കെ ആയിട്ട് യോജിച്ച് നിൽക്കുന്ന ഒന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കും, കഞ്ഞി കുടിച്ചതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ലോകത്ത് ഉദരരോഗം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അത് പഴകിയതാണ് കൂടുതൽ നല്ലത്. പഴകിയത് കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഏതോ ഒരു സ്റ്റാർ ഹോട്ടലിൽ, ഈ അടുത്ത് കൊച്ചിയിലുള്ള സ്റ്റാർ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞി കൊടുക്കുന്നുണ്ട്. വളരെ വിശിഷ്ടമായ സംഗതിയായിട്ട്. എന്ത് വില വരും എന്ന് ഞാൻ ഏകദേശം ചോദിച്ചു. 650 രൂപയാണ് പഴങ്കഞ്ഞിയുടെ വില. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടുന്ന അല്ലല്ല, അടിയിൽ കുഴിച്ചിടുന്നൊന്നുമല്ല, വലിയ വിലയാണ്. 12 കൊല്ലം കുഴിച്ചിട്ടെടുത്ത വിസ്കിയാണെന്നൊക്കെ. കഞ്ഞി അങ്ങനെ കുഴിച്ചിട്ട് നോക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. കഞ്ഞിയല്ല, കഞ്ഞി നമുക്ക് പഴങ്കഞ്ഞി നല്ലതാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട്, ഒരുപാട് കുടിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പേരിൽ ഒരു ലഹരി, എന്താണ്, ഒരു രസത്തിന് കുടിച്ചതല്ല, അതേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് കഴിച്ചതാണ്. അന്ന് അത് മതിയായിരുന്നു. പഴങ്കഞ്ഞി ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പഴങ്കഞ്ഞി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറെടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇടും, നല്ല വെള്ളത്തിൽ. എന്നിട്ട് അതിനകത്ത് ഉള്ളി അരിഞ്ഞിടും,
ഈ നേരിയ ഇതും എന്താണ് ഈ പച്ചമുളകും 2-3 ഇട്ടേക്കും. അതിനുശേഷം രാവിലെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അവനെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റൗട്ടാണ്. പിന്നെ നമുക്ക് ലോകത്തിന് ധൈര്യപൂർവ്വം ഇറങ്ങാൻ പറ്റുന്ന. പ്രേക്ഷകരിത് പരീക്ഷിക്കേണ്ടതാണ്. കാരണം രാധാകൃഷ്ണന്റെ ചങ്കൂറ്റവും ബുദ്ധിയും ഉണ്ടായാൽ ഇത് പരീക്ഷിക്കേണ്ടതാണ്. അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കാരണം അതാണ് രാവിലെ കഴിച്ചുകൊണ്ട് പോകുന്നത്. അല്ല, അപ്പോൾ ശരിക്കും ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് അരളിയുടെ കാര്യത്തിലല്ല, കുഴിമന്തിയുടെ കാര്യത്തിലാണ്. കുഴിമന്തിയുടെ കാര്യത്തിലാണ്. കുഴിമന്തി ആരോഗ്യത്തിന് ഹാനികരമാക്കുന്ന ഒരു ഭക്ഷണമാണോ എന്നുള്ള കാര്യം നോക്കണം. എന്തായാലും എൻ്റെ അറിവിൽ ഇന്ന് വരെ ഒരു ഡോക്ടറും ഒരു നല്ല ആഹാരമായിട്ട് കുഴിമന്തി സജസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ കുഴിമന്തി നിങ്ങളൊരു കാര്യം ചെയ്യുക, ആഹാരം നന്നാക്കാൻ ചാള കഴിക്കാൻ പറയാറുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വിചിത്രമായൊരു അനുഭവമുള്ളത്. ഈ ഡോക്ടർമാരെടുക്കുന്ന ഇൻ്റർവ്യൂ. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ളൊരു പയ്യൻ ഇൻ്റർവ്യൂവിന് വരുന്നു. SSLC ഫസ്റ്റ് റാങ്ക്, +2 ഫസ്റ്റ് റാങ്ക്, MBBS ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് ചാൻസിൽ MDക്ക് കിട്ടി. ഇതാണ് കാൻഡിഡേറ്റിൻ്റെ അക്കാഡമിക് യോഗ്യത. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ അടുത്തും സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ അടുത്തും എൻ്റെ കൂടെയുള്ള മെമ്പറുടെ അടുത്തും ഞാൻ പറഞ്ഞു, ഇത്രയും മിടുക്കനായിട്ടുള്ള കക്ഷിയാണ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ കുട്ടിയെ നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞല്ല, അവരെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരുന്ന ഉടനെ തന്നെ ഇത് വായിച്ചിട്ട് പറഞ്ഞു, തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇനി വേറെ ഒന്നുമില്ല, കാരണം അത്ര മിടുക്കനാണ് നിങ്ങൾ. തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ പറഞ്ഞു ശരി തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡയറക്ടറോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ ഡയറക്ടറെ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്കിവിടെ ഇവിടെ എന്താണ് ഭീമാപ്പള്ളി പ്രദേശം ഉണ്ടല്ലോ, ആ കടപ്പുറത്താണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ആ ഹെൽത്ത് സെൻറ്ററിലാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് നിങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എന്ത് ആഹാരം നിശ്ചയിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി വളരെ ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആർ ദേ പുവർ? ഞാൻ പറഞ്ഞു, പിന്നെ മത്സ്യമേഖല, അവർക്ക് വേറെ മാർഗ്ഗമില്ല, അവർ അതിദരിദ്രരാണ്. അപ്പോൾ അവർക്ക് സൗജന്യ റേഷൻ, ഞാൻ പറഞ്ഞു സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ടാകാം, വെരിഫൈ ചെയ്യേണ്ടതാണ്, പക്ഷേ കൊടുക്കുമെന്ന് സങ്കല്പിക്കൂ. അപ്പോൾ ഞാൻ അവരോട് ചോറ് തിന്നാൻ പറയും. ഞാൻ പറഞ്ഞു കൊള്ളാം. പിന്നെ എന്ത് തിന്നാൻ പറയും? പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയും. എന്ത് ഫ്രൂട്ട്സ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ചക്ക, മാങ്ങ, പഴം എന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇയാൾ പറഞ്ഞത് ആപ്പിൾ, ഗ്രേപ്സ്, പോംഗ്രാനൈറ്റ്സ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇടുക്കിയിലൊരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാക്കും. അയാളായിരുന്നു ശരി, എനിക്കതറിയില്ലായിരുന്നു. ഇടുക്കിയിലൊരു സ്ഥലത്ത് ഇതൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുട്ടികൾ മത്തി തിന്നാൻ പറയാതിരുന്നത്? മീനെണ്ണ വളരെ നല്ലതാണ് കണ്ണിന് കാഴ്ച ശരിയാകാനായിട്ട്, വൈറ്റമിൻ ഡിയോ അങ്ങനെ എന്തോ സാധനം, അത് മീനെണ്ണ കഴിക്കാറുണ്ട്, അതിൻ്റെ ഗുളിക കിട്ടുമായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടായിരുന്നു ഈ നേത്ര രോഗികളൊക്കെ അത് ചെറുപ്പത്തിലേക്ക് അത് കിട്ടും. നിങ്ങൾ എന്തുകൊണ്ട് മത്തി അവിടെ കിട്ടുന്നില്ല, അത് കഴിക്കാൻ പറഞ്ഞില്ല? എന്തുകൊണ്ട് അവിടെ എല്ലാ കടലോരങ്ങളിലും മുരിങ്ങ വളരുന്നുണ്ട്, മുരിങ്ങ ഇലയും പരിപ്പും കൂടി കഴിക്കാൻ പറഞ്ഞില്ല എന്ന് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കയും മാങ്ങയും വാഴപ്പഴവും നടക്കുന്ന പഴങ്ങളെക്കുറിച്ചല്ല ഇവർ ചിന്തിക്കുന്നത്, യൂണിവേഴ്സൽ ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ എവേ എന്നാണ് പറയുന്നത്. ആപ്പിൾ അങ്ങനെ എല്ലാ ദിവസവും കഴിച്ചിട്ട് ഏതെങ്കിലും ഡോക്ടർ ഇല്ലാതിരിക്കും അല്ലെങ്കിൽ രോഗം വരാതിരിക്കുമെന്ന്. നമുക്ക് ചക്കയും മാങ്ങയാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ ജീവിതശൈലിക്കും ഏറ്റവും യോജിച്ച ഭക്ഷണമാണ് ഈ ചക്കയും മാങ്ങയും വാഴപ്പഴവും. അത് കഴിച്ചാൽ നമുക്ക് ഇതാണ്. പക്ഷേ മറ്റത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷേ എനിക്ക് രുചികരമായിട്ടുള്ളതും എൻ്റെ ശരീരവുമായിട്ട് എൻ്റെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെടുന്ന ഇതാണ്. അപ്പോൾ ജീവിതശൈലിയുമായി ബന്ധപ്പെടുന്ന ആഹാരമാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ആ ആഹാരത്തിൻ്റെ രൂപത്തിൽ ഞാൻ എങ്ങും കുഴിമന്തി, ഷവർമ്മ ഈ പേരുകൾ കണ്ടിട്ടില്ല. രാധാകൃഷ്ണൻ കുഴിമന്തി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. കുടുംബത്തിലെ മക്കള് അങ്ങനെ ഇല്ല, കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവർ വല്ലതും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ കുട്ടികളെന്താ കഴിക്കണമെന്നുള്ള കാര്യം പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല.
പക്ഷെ ചാൻസസ് കുറവാണ്, വളരെ കുറവാണ് ചാൻസുകൾ. അപ്പോൾ ഈ കുഴിമന്തിയുടെ കാര്യത്തിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം, അത് ഡയറ്റീഷ്യനാണ് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. കാരണം ഈ കുഴിമന്തി എന്ന് പറയുന്ന ആഹാരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന നിലക്ക് കുഴിമന്തി കൊടുക്കും എന്നെഴുതുമ്പോൾ ഇത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും എന്നുകൂടി പറയണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.